ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മാവേലിക്കര ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. ഏതാനും വോട്ടുകളുടെ മാത്രം ലീഡിൽ, ഏതാനും വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ UDF ലീഡല്ലേ അവിടെ. UDF 191 വോട്ടുകളുടെ മാത്രം ലീഡാണ് മാവേലിക്കരയിൽ. 191 വോട്ടുകളുടെ മാത്രം ലീഡാണ്. 2024 സുരേഷ് ഗോപി തൃശ്ശൂരിങ് എടുക്കുകയാണ്. പാലക്കാട് 12,000 വോട്ടായിട്ട് VK ശ്രീകണ്ഠൻ ലീഡും ഉയർന്നു. അങ്ങനെ പാലക്കാട് UDF മുന്നേറുകയാണ്. തിരുവനന്തപുരത്ത് ടൈറ്റ് ഫൈറ്റ്. തരൂരിന് 1066 വോട്ടുകൾക്ക് മാത്രമാണ് തരൂർ മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരം ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. വെറും 1066 വോട്ടിന് രാജീവ് ചന്ദ്രശേഖരേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. ആലത്തൂർ പോലെ കാസർഗോഡ് പോലെ തിരുവനന്തപുരത്തും ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 1020 വോട്ടുകൾ മാത്രം ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ തരൂർ ലീഡ് ചെയ്യുന്നു. പന്നിൻ രവീന്ദ്രനാണ് മൂന്നാം സ്ഥാനത്ത്. മാവേലിക്കരയിൽ ലീഡ് കൂടുന്നു. മാവേലിക്കരയിൽ പിന്നെ ലീഡ് കൂടി 1189 മാവേലിക്കരയിൽ അരുൺകുമാറിന്റെ ലീഡ്. മാവേലിക്കര ടൈറ്റ് ഫൈറ്റ് ആണ്. മാവേലിക്കരയും ആലത്തൂരും തിരുവനന്തപുരവും കേരളത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. സംശയമില്ലാത്ത കാര്യമാണല്ലോ. കണ്ണൂർ പ്രശ്നമുണ്ടോ? കണ്ണൂർ UDF കംഫർട്ടബിൾ പൊസിഷനിലല്ലേ? K സുധാകരൻ വ്യത്യാസമില്ല. വടകരയിൽ UDF ആണ്, കാസർഗോഡ് UDF ആണ്. അതെ, കാസർഗോഡ് അതെ. ഒപ്പം എറണാകുളത്തെ ചിത്രം മാറുന്നു. എറണാകുളത്ത് 32,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് ഹൈബിയുടെ മാറുന്നു എന്ന ചിത്രം. 1 ലക്ഷത്തിലേക്ക് കുതിക്കുവാനാണ് സാധ്യത. 1 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം കടന്നു. തരൂർ 1910 വോട്ടുകൾക്ക് മുന്നിൽ. 1910. ശ്രദ്ധിക്കണം, തരൂരിന്റെ ലീഡ് 1910 വോട്ടുകൾ. രണ്ടാമത് BJP ആണ്. തരൂർ 1910 വോട്ടുകൾക്ക് മുന്നിൽ. അതേസമയം ET മുഹമ്മദ് ബഷീർ 37,000 വോട്ടുകൾക്ക് മലപ്പുറത്ത് മുന്നിൽ UDF ഉറപ്പിച്ചു. പൊന്നാനിയും UDF ഉറപ്പിച്ചു 22,000 വോട്ടുകൾക്ക്. സംസ്ഥാനത്ത് ഏതാണ്ട് 8ഓളം മണ്ഡലങ്ങൾ UDF ഉറപ്പിച്ചു കഴിഞ്ഞു ഇതിനകം. കാരണം 25,000-ന് മുകളിൽ 20,000 വോട്ടുകളിൽ ഭൂരിപക്ഷമുള്ള 8ഓളം മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. 8ഓളം മണ്ഡലങ്ങൾ UDF ഉറപ്പിച്ചു. അതേസമയം LDF ലീഡ് ചെയ്ത സ്ഥലങ്ങളിൽ ടൈറ്റ് ഫൈറ്റ് കോൺഗ്രസ് ക്യാമ്പുകൾ ആഘോഷം തുടങ്ങി. അതാണ് UDF തരംഗം. കേരളത്തിൽ മിക്കവാറും 1-2 സീറ്റുകളെ LDF-ന് കിട്ടുകയുള്ളൂ. ആലത്തൂർ സഹായിച്ചാൽ LDF-ന് ഒരു സീറ്റ് കിട്ടാം. അതല്ലെങ്കിൽ മാത്രമാണ്. 767 ഇപ്പോൾ UDF 160 സീറ്റുകൾക്ക് മുന്നിലാണ്. ആലത്തൂർ, മാവേലിക്കര ഈ 3 ഒഴികെ ബാക്കി സീറ്റുകൾ UDF പക്ഷത്തേക്കാണ്. തൃശൂർ BJP 16-3-1 ഓർപ്പിക്കോ? 16-3-1. ഇപ്പോൾ ഈ 3 സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് ആണ് മഞ്ജുഷ്. 3 സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് ആണ്. തിരുവനന്തപുരത്ത് 1910 തൊട്ടാണ് തരൂരിന് ഇപ്പോൾ ഉള്ള ലീഡ്. BJPക്ക് പ്രതീക്ഷിക്കാവുന്ന ഏതെങ്കിലും ഇടങ്ങളിൽ ഞാനിതിൽ പ്രതീക്ഷ പുലർത്താത്ത എന്താണെന്ന് വെച്ചാൽ BJPക്ക് തിരുവനന്തപുരം ജയിക്കണമെങ്കിൽ തുടക്ക സമയത്ത് ലീഡ് നേടണം. കാരണം അവസാനം 3 റൗണ്ടുകളിൽ BJPയുടെ സ്ട്രോങ് ഹോൾഡിൽ വോട്ടെണ്ണൽ ഇല്ല. അത് 13ാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും തീരും. അവസാനത്തെ 3 മണിക്കൂറിൽ നെയ്യാറ്റിൻകരയും പാറശാലയും കോവളവും ഉള്ളൂ. അത് UDF-ന്റെ സ്ട്രോങ് ഹോൾഡാണ്, LDF-ന്റെ സ്ട്രോങ് ഹോൾഡാണ്. അവിടെ 3ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ 2 ഓടിയെത്താൻ പറ്റുക. ഇപ്പോഴും ഓടി തുടങ്ങണം. 2014 തുടക്കത്തിൽ രാജഗോപാലിന് ലീഡ് കിട്ടിയിരുന്നു. ഇപ്പോൾ രാജീവിന് ലീഡ് കിട്ടുന്നില്ല. നമുക്ക് ദേശീയ തലത്തിൽ NDAയുടെ സീറ്റ് എണ്ണം വർദ്ധിക്കുന്നു. 297ലേക്ക് NDA എത്തുന്നു. NDA സഖ്യം 297ലേക്ക് എത്തുന്നു. ഒരു പക്ഷേ 300-ന് മുകളിൽ ഒരു സീറ്റ് എണ്ണം വാങ്ങി NDA അധികാരം നിലനിർത്തിയേക്കാം. LDF-ന്റെ പിടിവള്ളിയായി മാറുകയാണ്. രാധാകൃഷ്ണന്റെ ലീഡ് ഉയർന്നു. 4000-ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞു അല്ലേ? രമ്യ ഹരിദാസിന് ഇത്തവണ പാട്ടും പാടി ജയിക്കാൻ കഴിയുന്നില്ല. 4194 ആലത്തൂരിൽ LDF-ന്റെ ലീഡ്. ആലത്തൂരും ആറ്റിങ്ങലും
ആറ്റിങ്ങലും മാവേലിക്കരയും മാത്രം LDF-ന് പ്രതീക്ഷിക്കാം. അതിൽ തന്നെ ആറ്റിങ്ങൽ ടൈറ്റാണ്. പക്ഷെ മാവേലിക്കരയിൽ ചിലപ്പോൾ കൊടിക്കുന്നിലിന് കാലിടകാൻ സാധ്യതയുണ്ട്. അങ്ങനെ LDF-ന് വേണമെങ്കിൽ പിടിക്കാവുന്ന മണ്ഡലമായി മാറുന്നു. കാസർഗോഡ് ഉണ്ണിത്താൻ പിന്നോട്ട് പോയി. ഉണ്ണിത്താൻ 917 വോട്ടുകൾക്ക് ലീഡ് എടുത്തു. വൻ ലീഡിലേക്ക് പോവുകയാണ്. 4602 അല്ലേ? 4619 വോട്ടുകളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. 4602 വോട്ടുകൾക്ക് ഉണ്ണിത്താനാണ് ലീഡ്. ഉണ്ണിത്താൻ മാവേലിക്കരയും ആലത്തൂരും മാത്രം LDF-ന് പ്രതീക്ഷിക്കാം. ആറ്റിങ്ങലിൽ ടൈറ്റ് ഫൈറ്റ് ആണ്. അവിടെ ചെറിയ ലീഡ് മാത്രമാണ്. മാവേലിക്കരയും ആലത്തൂരും മാത്രം LDF-ന് പ്രതീക്ഷിക്കാവുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാസർഗോഡും മത്സരമുണ്ട്, ഒപ്പം 17 സീറ്റുകളിൽ UDF മുന്നിൽ നിൽക്കുന്ന കാഴ്ച. 17 വലിയ രീതിയിലുള്ള ആഘോഷം UDF ക്യാമ്പുകളിൽ, കോൺഗ്രസ് ക്യാമ്പുകളിൽ ആഘോഷം തുടങ്ങിയ കാഴ്ച. എനിക്ക് തോന്നുന്നു 18-1 സംശയമുണ്ട്. ആലത്തൂര് മാത്രമാണെന്ന് തോന്നുന്നു. NDA വീണ്ടും 300 കടന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 16,018 ഉയർന്നിരിക്കുകയാണ്. ആലത്തൂർ ഏറ്റവും ഒടുവിൽ രാധാകൃഷ്ണനാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ LDF-ന് ആലത്തൂർ മാത്രമേ ഇപ്പോഴുള്ളൂ. ശരിക്കും 18-1 രഞ്ജിത്ത്. അതെ, LDF-ന് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ലീഡ് തിരിച്ചു. അടൂപ്രകാശ് ആറ്റിങ്ങലിൽ മുന്നിലെത്തിയിട്ടുണ്ട്. കോട്ടയത്ത് 3ാം റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. UDF ആണ് ലീഡ് ചെയ്യുന്നത്. അവിടെയും UDF ആണ് ലീഡ് ചെയ്യുന്നത്. എറണാകുളത്ത് 42,000 വോട്ടായിട്ട് ഹൈബിയുടെ ലീഡ് കൂടി 1 ലക്ഷം ഉറപ്പാക്കുകയാണ് ഹൈബിയുടെ ലീഡ്. ആറ്റിങ്ങലിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് വിജോയ് ആണ് ലീഡ്. ചെറിയ ലീഡ് 200 സംതിങ്. ആറ്റിങ്ങലും ആലത്തൂരുമാണ് ഇപ്പോൾ LDF-ന്റെ പക്ഷത്തുള്ളത്. കാസർഗോഡ് കൈവിട്ടു പോകുന്ന സൂചനയുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. കാരണം പാലക്കാട് ശ്രീകണ്ഠന് പിന്നെയും ലീഡ് കൂടി 14,000-നടുത്ത് 13,297 ലീഡ് മാറിയിരിക്കുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വലിയ പോരാട്ട ചിത്രം ഉയരുന്നു. UDF തരംഗമായി വീശുന്നു. വേഗത്തിൽ മടങ്ങി വരാം. 10 സെക്കൻഡ് മാത്രം. പവർ ബ്രേക്ക്. സുരേഷ് ഗോപിയുടെ ലീഡാണ്. സുരേഷ് ഗോപിയുടെ ലീഡ് 16,000 കടന്നു. സംസ്ഥാനത്ത് സുരേഷ് ഗോപിയിലൂടെ താമര വിരിയുമോ എന്ന് നമുക്ക് അല്പസമയം കൂടി കാത്തിരുന്നു കാണേണ്ടി വരും. സംസ്ഥാനത്ത് തൃശൂരിൽ BJP-യുടെ മുന്നേറ്റമാണ്. മറ്റ് 17 സ്ഥലങ്ങളിൽ കോൺഗ്രസ് UDF മുന്നേറുന്നു. 2 മാത്രമാണ് ഇപ്പോൾ LDF-ന്റെ മുന്നേറ്റമുള്ളത്. അവിടെയും ടൈറ്റ് ഫൈറ്റ് ആണ്. 307-ലേക്ക് NDA കൂടി. കാരണം ബീഹാറിൽ NDA തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 35 സീറ്റുകളിൽ ബീഹാറിൽ ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. UP-യിൽ പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആണ്. വെസ്റ്റ് ബംഗാളിലും TMC ആണ് മുന്നിൽ. മധ്യപ്രദേശിൽ 29 സീറ്റുകളിലും BJP ലീഡ് ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഇന്ത്യയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ച മഹാരാഷ്ട്രയിൽ നിന്ന് വരികയും ചെയ്യുന്നു. ആലത്തൂരിൽ ലീഡ് കൂടിയിരിക്കുന്നു. ആലത്തൂരിൽ K. രാധാകൃഷ്ണന് 5,789 വോട്ടുകളുടെ ലീഡ്. K. രാധാകൃഷ്ണന് ആലത്തൂരിൽ ലീഡ് വർദ്ധിക്കുന്നു. LDF-ന്റെ പച്ചത്തുരുത്തായി ആലത്തൂർ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പരമ്പരാഗതമായ LDF മണ്ഡലമാണ് ആലത്തൂർ. അവിടെ രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ 1,60,000 വോട്ടുകൾക്ക് ജയിച്ച പശ്ചാത്തലമുണ്ട്. ഇത്തവണ പെട്ടെന്ന് മടങ്ങി വരാം. എന്തായാലും 17-2-1 അതിൽ ഉറപ്പിക്കാം. ഇടവേളയ്ക്ക് ശേഷം ഒരു 10 സെക്കൻഡ് മാത്രം പവർ ബ്രേക്ക്. അതിനുശേഷം മടങ്ങി എത്തുമ്പോൾ ഇതേ രീതിയാണോ എന്ന് നോക്കാം. 10 സെക്കൻഡ് മാത്രം. അതായത് ഏറ്റവും കൂടുതൽ തപാൽ വോട്ടുകൾ ലഭിച്ച ശശി തരൂർ 3 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ അല്ലെങ്കിൽ 2 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ 3 വോട്ടുകൾക്ക് മുന്നിൽ ആണ് എന്ന ഡേറ്റ അത് സോഫ്റ്റ്വെയർ തന്നെയാണ് കണക്കാക്കുന്നത്. ഇത് എളുപ്പത്തിൽ 12,000 ആയിട്ട് കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ